ഹായ് ഫ്രണ്ട്സ്. അപ്പോഴേ നമ്മുടെ കുറേ ദിവസം കൊണ്ട് നമ്മുടെ ഫേസ് ലൈവോ അല്ലെങ്കിൽ വീഡിയോസോ ഒന്നും കാണുന്നില്ലായിരുന്നു കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഈ ഫേസ് ലൈവ് ഇല്ലാതെ കണ്ട് സ്ക്രീൻ കാസ്റ്റിൻ്റെയൊക്കെ ലൈവ് എടുത്തിടുമ്പം ആൾക്കാരൊക്കെ കുറേ നമ്മളെ സ്നേഹിക്കുന്ന കുറേ ചങ്കളും ഫ്രണ്ട്സുകളും ഒക്കെ നമുക്കുണ്ട് കേട്ടോ. അപ്പം അവരെല്ലാവരും വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുക, ഇങ്ങനെ ഇതിനകത്ത് മെസ്സേജൊക്കെ ഇടുന്നുണ്ട്, എന്താ മിനിക്ക് എന്താ പറ്റിയത്, എന്താ ഫേസ് ലൈവ് ഇല്ലാത്തത്, എന്ത് പറ്റി, എന്തെങ്കിലും വിഷയമുണ്ടോ. അതുപോലെ തന്നെ ഞാൻ ഈ റീൽസിനകത്തൊക്കെ എടുത്ത് ഷോർട്സൊക്കെ എടുത്തിടുമ്പോഴേ അത് ചിലപ്പം എന്താ ബന്ധം വേർപെടുത്തുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ ചതിക്കുന്നു, ഭാര്യ ഭർത്താവ്, അങ്ങനെയൊക്കെ ഓരോരോ എന്താ മോട്ടിവേഷൻ, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ എടുത്തിടുന്നത്. അതൊന്നും കണ്ടിട്ട് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പം എന്താ ലൈവ് ഇടാത്തത് അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോസ് ഒന്നും ഇടാത്തതെന്നൊന്നും ആരും വിചാരിക്കരുത്. അങ്ങനെ യാതൊരു പ്രശ്നവും എൻ്റെ കുടുംബത്തിലില്ല. അതൊക്കെ നമുക്കിഷ്ടമുള്ള റീൽസൊക്കെ നമ്മൾ എടുത്തിടുന്നതേ ഉള്ളൂ. അല്ലാതെ എൻ്റെ ജീവിതത്തിലോ എനിക്കോ യാതൊരു ബുദ്ധിമുട്ടും വിഷമങ്ങളും ഒന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇടാത്തതെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് പേരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അറിയാത്തവരായിട്ടുള്ളവർക്ക് വേണ്ടി ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോസ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പറയുന്നതാണ്. നമുക്ക് കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അലർജി സംബന്ധമായിട്ട് എനിക്ക് ചെറിയ രീതിയിലുള്ള കുറച്ച് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീടെന്ന് വെച്ചാൽ എൻ്റെ ചേട്ടൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് കോട്ടയത്ത് മെഡിക്കൽ കോളേജിലായിരുന്നു. അപ്പം ഞാനും ചേട്ടനും കൂടി ആയിരുന്നു അവിടെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അഡ്മിറ്റൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ കുറേ ദിവസങ്ങൾ അവിടെ പോയി. അതിന് മുമ്പായിട്ട് എനിക്ക് സുഖമില്ലാതെ ഇവിടെ കിടപ്പായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ദിവസങ്ങൾ പോയി. പിന്നെ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതിൻ്റെ കുറേ ദിവസങ്ങൾ പോയി. പിന്നെ നമ്മളിപ്പം നാട്ടിൽ വന്നിട്ടുണ്ട്. ഇനിയെന്ന് വെച്ചാൽ നമ്മളിപ്പം ഇവിടുന്ന് നാട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക്. അപ്പം അങ്ങനെയാണ് നമ്മൾ എന്താ പറയുക, ഇപ്പം ഫേസ് ലൈവായിട്ട് വീഡിയോസായിട്ട് ഒന്നും നമുക്ക് ഇടാൻ പറ്റാത്തത്. അല്ലാതെ കൊണ്ട് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ മറ്റ് ഒരു പ്രശ്നങ്ങളും ഇല്ല. കാരണം പേരെടുത്ത് പറയേണ്ട കാര്യമില്ല, ഇത് കാണുന്നവർക്ക് മനസ്സിലാകും. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ മിനിക്ക് പറ്റിയത്, എന്താ ഇപ്പം ലൈവ് ഇല്ലാത്തത്, പിന്നെ ഇങ്ങനെ എന്താ മിനി ഷോർട്സ് ഇങ്ങനെയുള്ള സ്റ്റാറ്റസൊക്കെ എടുത്തിടുന്നത് എന്താണ്, മിനിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, സോൾവ് ആക്കുക, കുഴപ്പമില്ല ഡിയർ, അതൊക്കെ സാരമില്ല, പിന്നെ പ്രാർത്ഥിക്കുക, അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ. എനിക്കറിയാം എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് നിങ്ങളിങ്ങനെയൊക്കെ ഇടുന്നത്, ഇല്ലെങ്കിൽ എന്താണെന്ന് തിരക്കുന്നതെന്നും ഒക്കെ എനിക്കറിയാം. ഞാൻ ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തിയതല്ല കേട്ടോ. ഞാനിങ്ങനെ ഒരു വീഡിയോസ് ഇങ്ങനെയൊന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ഒരിക്കലും കുറ്റപ്പെടുത്തിയതല്ല. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ കുറേ ദിവസം കൊണ്ട് ലൈവിലൊന്നും ഇങ്ങനെ ആക്റ്റീവ് അല്ലാത്തത് കൊണ്ട് ഒരുപാട് പേര് എന്നെ തിരക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഞാനിതെല്ലാം എടുത്ത് ഞാൻ എൻ്റെ വീട്ടുകാരെ ആയാലും എൻ്റെ ഹസ്ബൻഡിനെ ഒക്കെ ആയാലും കാണിക്കുമ്പം പുള്ളിക്കാരന് ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇത്രയും ആൾക്കാർ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഒരു തോന്നൽ നമുക്ക് തോന്നിയപ്പോഴേ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ഞാൻ നമ്മുടെ നാട്ടിലേക്ക് വരികയാണ്. അവിടെയാണ് ഇനി മുതൽ താമസിക്കാൻ പോകുന്നത്. അപ്പം ചേട്ടൻ്റെ നാടായ കൊല്ലത്തോട്ടാണ് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു പാക്കിങ്ങും കാര്യങ്ങളും പിന്നെ സാധനങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ ആ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ കൊണ്ട് നമുക്ക് കുറേ ദിവസത്തേക്ക് നമുക്ക് ലൈവ് ഇടാൻ പറ്റത്തില്ല. ഏറിയാൽ ഒരു 2 ആഴ്ചയോളം നമുക്ക് ഫേസ് ലൈവും കാര്യങ്ങളും ഇതുപോലെ വീഡിയോസൊക്കെ ജസ്റ്റ് എനിക്ക് പെട്ടെന്ന് ഇടാൻ പറ്റുന്ന രീതിയിലൊക്കെ എനിക്ക് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പം എൻ്റെ ജീവിതത്തിൽ യാതൊരു പ്രശ്നവും ഇല്ല. പിന്നെ കുറച്ച് അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് പിന്നെ എല്ലാവരുടെയും ജീവിതത്തിലുള്ളതാണ്. അല്ലാതെ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഞാൻ ഹാപ്പിയാണ്. അപ്പം എല്ലാവരുടെയും അറിവിലായിട്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ ഇത്രയുള്ള എന്നെ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ടെന്നറിയാം. എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്, നന്ദിയുണ്ട്. ഓക്കെ, ബൈ.